വെൽക്കം. തായ്മാനാണ്. NSAIDs വിഭാഗം മരുന്നുകളെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ. ഇതിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് NSAIDs പറയും, മെക്കാനിസം ഓഫ് ആക്ഷൻ പറയും, ജനറൽ യൂസസ് ആൻഡ് അഡ്വേഴ്സ് എഫക്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാം. ഓരോ മരുന്ന് ഗ്രൂപ്പിനെ കുറിച്ചിട്ടും പിന്നീട് വിശദമായിട്ട് നമുക്ക് പുറകെ പറയാം. സാധാരണ പൊതുവെ വേദനാസംഹാരികൾ എന്ന് പറയപ്പെടുന്ന മരുന്നുകളെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ. നമുക്കാദ്യം പേരിൽ വെച്ച് തന്നെ തുടങ്ങാം. NSAIDs എന്നാണ് പേര്. NSAIDs, N ഫോർ നോൺ ആണ്, നോൺ. S ഫോർ സ്റ്റിറോയിഡൽ ആണ്. A ഫോർ അനാൾജസിക് ആൻഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി, I ഫോർ ഇൻഫ്ലമേറ്ററി, D ഫോർ ഡ്രഗ്സ്. സോ നോൺ സ്റ്റിറോയിഡൽ അനാൾജസിക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗുകളാണ് NSAIDs. വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ തന്നെ വീണ്ടും ഓപ്പിയോയിഡ്, നോൺ ഓപ്പിയോയിഡ് അനാൾജസിക്സ് എന്നും വിളിക്കാം നമുക്ക് ഇവയെ. അല്ലെങ്കിൽ നമുക്ക് വിളിക്കാവുന്നത് ആസ്പിരിൻ ലൈക്ക് ഡ്രഗ്സ് എന്നോ ആസ്പിരിൻ ലൈക്ക് അനാൾജസിക്സ് എന്നും നമുക്ക് ഇവയെ വിളിക്കാവുന്നതാണ്. സോ എങ്ങനെ വിളിച്ചാലും എല്ലാം NSAID. ഈ മരുന്നിന്റെ പേര് നമ്മളിപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു. ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം പ്രത്യേകം കാണാം. ആദ്യത്തെ വാക്ക് നോൺ സ്റ്റിറോയിഡൽ എന്ന. സോ ഈ മരുന്നിനെ കുറിച്ച് അവയല്ല എന്നാ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ അർത്ഥം ദർ ആർ സം സ്റ്റിറോയിഡൽ ഡ്രഗ്സ്, സ്റ്റിറോയിഡ് അടങ്ങിയിട്ടുള്ള ചില മരുന്നുകളുണ്ട്, അവയ്ക്ക് ഇതേ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആന്റി ഇൻഫ്ലമേറ്ററി, പ്രത്യേകിച്ച് ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉള്ള ചില മരുന്നുകൾ ഉണ്ട് എന്നാണ് അർത്ഥം. ആ മരുന്നുകൾ ഏതാണ്? സ്റ്റിറോയിഡൽ. അത് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ്. സോ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് അല്ലാത്ത ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് എന്നാണ് സത്യത്തിൽ ഈ പേരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം. കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് നമുക്ക് എല്ലാ കേസിലും കൊടുക്കാൻ പറ്റില്ല, കാരണം അതിന് ഒരുപാട് ആക്ഷൻസ് ഉണ്ട്. രണ്ടാമത്തത് അനാൾജസിക് ആണ്. അനാൾജസിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുക ഇതാണ്, ഓപ്പിയോയിഡ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ് ആണ്. മോർഫിൻ, പെത്തഡിൻ പോലെയുള്ള മരുന്നുകൾ, അതാണല്ലോ ബെസ്റ്റ് അനാൾജസിക്. വേദന കുറയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന്. പക്ഷെ അത്രയൊട്ട് കുറയ്ക്കൊന്നും ഇല്ല. അതിനൊരുപാട് CNS പ്രശ്നങ്ങളുള്ള മരുന്നാണ് ഓപ്പിയോയിഡ്സ്. ഇനി ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഫസ്റ്റ് ലൈൻ ഓഫ് ബോഡി ഡിഫൻസ് ആണ്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. അത് തടയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇമ്മ്യൂൺ റെസ്പോൺസിൽ ഇടപെടുന്ന മരുന്നുകൾ കൂടിയാണ്. These are drugs which interfere with our immune response. സ്റ്റിറോയിഡ്സോ, സ്റ്റിറോയിഡ് നമുക്കറിയാം, സ്റ്റിറോയിഡ് ഒന്ന് ആന്റി ഇൻഫ്ലമേറ്ററി ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സ്റ്റിറോയിഡ് ഡ്രഗ്സ് ആർ ഇമ്മ്യൂണോസപ്രസൻസ് കൂടിയാണ്, ഇമ്മ്യൂണോസപ്രസൻ. പക്ഷെ ഇവിടെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ മാത്രമാണ് ഇടപെടുക, സ്പെസിഫിക് ഇമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഇടപെടുന്നില്ല. ഓർ ജനറൽ ഇമ്മ്യൂൺ റെസ്പോൺസ് ഓർ ഇന്നേറ്റ് ഇമ്മ്യൂൺ റെസ്പോൺസിൽ മാത്രമാണ് ഇടപെടുന്നത്. പക്ഷെ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് അഡാപ്റ്റീവ് ഇമ്മ്യൂൺ റെസ്പോൺസിലും ഇടപെടും. സോ ഈ മരുന്നുകൾ വേദന, ഇൻഫ്ലമേഷൻ, വീക്കം, വേദന ഉണ്ട്, വീക്കം, വേദന അല്ലെങ്കിൽ അനാൾജസിയ ഓർ ആൾജസിയ ആണ് വേദന, വീക്കം ആൻഡ് ഇമ്മ്യൂണിറ്റി, ഇതിന് മൂന്നിനും കൂടി ഇടയിൽ നിൽക്കുന്ന വിഭാഗം മരുന്നുകളാണ് NSAIDs. ആൻഡ് ദേ ഇൻഹിബിറ്റ് സർട്ടൻ ഓട്ടോകോയിഡ്സ്, ചില ഓട്ടോകോയിഡ്സ്. ഇവയുടെ പ്രവർത്തനം തടയുന്ന മരുന്നുകളാണ് NSAIDs വിഭാഗം മരുന്നുകൾ. സോ ഇതാണ് ഈ മരുന്നുകളുടെ ആ ട്രയാഡ്. സോ നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനം. ഒന്ന് ഇൻഫ്ലമേഷൻ ആണ്, ഇൻഫ്ലമേഷൻ ഓർ മലയാളത്തിൽ വീക്കം എന്ന് പറയും. രണ്ട് വേദന ഓർ പെയിൻ, വേദന, ആൾജസിയ. മൂന്ന് ഫീവർ, പനി എന്ന് പറയും. സോ ഈ മൂന്ന് കാര്യങ്ങളും ഞാൻ പറഞ്ഞു, ഇതെല്ലാം ഇന്നേറ്റ് ഇമ്മ്യൂൺ റെസ്പോൺസ് മൂലമുണ്ടാകുന്ന സംഭവങ്ങളാണ്. സോ ദീസ് ഓൾ ആർ പ്രൊഡക്ട്സ് ഓഫ് ഇന്നേറ്റ് ഇമ്മ്യൂൺ റെസ്പോൺസസ്. സോ ഇപ്പോൾ നമ്മളിത് നമ്മുടെ സെല്ലാണെന്ന് വിചാരിക്കുക. ഇത് അതിൻ്റെ സെൽ മെംബ്രെയിൻ, ഡബിൾ സെൽ മെംബ്രെയിൻ. ഞാനിപ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ വരയ്ക്കാം, എളുപ്പത്തിൽ വരയ്ക്കുക. നമ്മൾ സെൽ മെംബ്രെയിൻ വരയ്ക്കുക, ഇങ്ങനെയാണ്, വേഗം വരയ്ക്കാം സെൽ മെംബ്രെയിൻ. ഇപ്പോൾ എന്തെങ്കിലും ഒരു ബാക്ടീരിയയോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ, ചതവോ മുറിവോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകാം. സോ വാട്ട് എവർ മേ ബി, ഇഫ് ഇറ്റ് കോസസ് ഇവിടെ ഒരു ഡാമേജ് ഉണ്ടാക്കുന്നു, സെൽ മെംബ്രെയിന് ഡാമേജ് ഉണ്ടാക്കുന്നു എന്ന് കരുതുക. സോ ഈ സെൽ മെംബ്രെയിൻ പൊട്ടുന്നു. സെൽ മെംബ്രെയിനിൽ നിന്ന് ഒരു 10-20 കാർബൺ ഉള്ള അരാക്കിഡോണിക് ആസിഡ് എന്ന് പറയുന്ന ഒരു സംഭവം പുറത്തേക്ക് വരും. അരാക്കിഡോണിക് ആസിഡ് പുറത്തുണ്ട്. ആൻഡ് ഫ്രം ദിസ് അരാക്കിഡോണിക് ആസിഡ്, ഈ അരാക്കിഡോണിക് ആസിഡിൽ നിന്ന് വിവിധ തരം ലോട്ട്സ് ഓഫ് ലോക്കൽ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് പുറത്തേക്ക് വരും. സോ ഇതിൽ ആദ്യം ഉണ്ടാകുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം ഉണ്ടാകുന്നത് PGE
PgG2 ആൻഡ് PgH2 എന്ന് പറയുന്ന സംഭവങ്ങളാണ് ആദ്യം ഉണ്ടാകുന്നത്. എൻഡോപെറോക്സൈഡ്സ് PgG2 ആൻഡ് PgH2 ഉണ്ടാകും. ആൻഡ് ഇതുണ്ടാവാനായിട്ട് സെല്ലിനകത്ത് ചില എൻസൈംസ് വേണം. ആ എൻസൈംസിന്റെ പേര് PgG or PgH സിന്തേസ് ആണ്. സോ സം സിന്തേസ് ഹോർമോൺസ് ആർ. അതിനപ്പോൾ PgG ആൻഡ് PgH സിന്തേസ് എന്ന പേരിൽ നമുക്ക് വിളിക്കാം. അല്ലെങ്കിൽ ഇവയ്ക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വളരെ ഫേമസ് ആയിട്ടുള്ള വേറൊരു പേരുണ്ട്. ആ പേരാണ് സൈക്ലോ ഓക്സിജനേസ് എന്ന് പറയുന്ന ഒരു പേര് കൂടിയുണ്ട്. നമ്മളവയെ കോക്സ് എന്നാണ് വിളിക്കുന്നത്. ഈ PgG ആൻഡ് PgG2 ആൻഡ് H2 ഇവയിൽ നിന്ന് വിവിധ തരം കെമിക്കൽസിന് ഉണ്ടാകാം. വിവിധ എൻസൈംസ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വിവിധ തരം കെമിക്കൽസ് ഉണ്ടാകാം. ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ നിന്നുണ്ടാകുന്നത് പ്രോസ്റ്റനോയിഡ്സ് ആണ്. ഇവിടെ ല്യൂക്കോട്രൈൻസ് പോലെയുള്ള ലിപ്പോക്സിനേസ് പാത്വേ എന്നാണ് ഇതിന് പറയാം. നമുക്ക് പ്രോസ്റ്റനോയിഡ്സ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. പ്രോസ്റ്റനോയിഡ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ PG എന്ന് എഴുതാം. പ്രോസ്റ്റാഗ്ലാൻഡിൻ D2 ഉണ്ട്, E2 ഉണ്ട്, F2 ആൽഫ ഉണ്ട്, ദെൻ ത്രോംബോക്സൈൻസ് A2 ഉണ്ട്, ദെൻ പ്രോസ്റ്റനോയിഡ്സിൽ പെടുത്താവുന്നതാണ് പ്രോസ്റ്റാസൈക്ലിൻ PgI2. ഇത് പ്രോസ്റ്റാസൈക്ലിൻ എന്ന് പറയും. സോ ഈ വഴി ഉണ്ടാകുന്നത് ല്യൂക്കോട്രൈൻസ് ആണ്, ദെൻ കൈനിൻസ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഇവിടെ ഉണ്ടാവുക. സോ വെൻ വി ഇൻഹിബിറ്റ് ദിസ്, ഇത് തടയുമ്പോഴത്തേക്കും വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ദിസ് പ്രോസ്റ്റനോയിഡ്സ് ഇല്ലാതെയാകുന്നു, അല്ലെങ്കിൽ ഉണ്ടാവുന്നത് തടയുന്നു. സോ NSAIDs ആർ ഇൻഹിബിറ്റേഴ്സ് ഓഫ് ദിസ് കോക്സ് എൻസൈം. കോക്സിന്റെ പ്രൊഡക്ഷൻ തടയുന്ന മരുന്നുകളെയാണ് നമ്മൾ NSAIDs. സോ ഇതാണ് ഇവയുടെ ബേസിക് മെക്കാനിസം ഓഫ് ആക്ഷൻ. NSAIDs inhibit COX and inhibit the inflammatory mediators like prostaglandins, thromboxanes, PgI2s, etc. ഈ സെൽ മെംബ്രെയിനിൽ നിന്ന് അരാക്കിഡോണിക് ആസിഡ് ഉണ്ടാകുന്ന ഒരു എൻസൈം ഉണ്ട്, ഫോസ്ഫോലിപ്പേസസ് ആണ്. ഫോസ്ഫോലിപ്പേസസ് A2 ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ടത്. സോ ഇതിനെ തടയുന്ന മരുന്നുകളാണ് നമ്മൾ പറയുന്ന കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് എന്ന് പറയാം. ഈ ല്യൂക്കോട്രൈൻസ് ഒക്കെ ഇവിടെ നിന്നാണ് ഉണ്ടാകുന്നത്, അരാക്കിഡോണിക് ആസിഡിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പ്രോസ്റ്റാഗ്ലാൻഡിൽ നിന്നല്ല ഉണ്ടാവുക, അരാക്കിഡോണിക് ആസിഡിൽ നിന്നാണ് ഉണ്ടാവുക. വരച്ചിപ്പോൾ മാറിപ്പോയി. സോ ഇവിടെ നിന്ന് ല്യൂക്കോട്രൈൻസ് ഉണ്ടാവും. സോ നമ്മൾ കോക്സിലേക്ക് എത്തി. കോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ എൻസൈംസ് വിച്ച് കൺവേർട്ട് അരാക്കിഡോണിക് ആസിഡ് into പ്രോസ്റ്റനോയിഡ്സ് വിവിധ തരം ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. പ്രോസ്റ്റനോയിഡ്സ് ആക്കി മാറ്റുന്നതാണ് കോക്സ് എൻസൈം. ഈ കോക്സ് എന്ന് പറയുന്നത് ഒറ്റ ഒരു തരമല്ല എന്നുള്ളതാണ് ഇനി നമുക്ക് പറയാൻ. കോക്സ് വിവിധ തരമാണ്. അതിൽ ഏറ്റവും നമ്പർ 1 എന്ന് പറയുന്നത് കോക്സ് 1 ആണ്. ഈ കോക്സ് 1 എല്ലാ സെല്ലുകളിലും ഇപ്പോഴും ഉണ്ട്. ആൻഡ് ദീസ് ആർ കോൺസ്റ്റിറ്റ്യൂട്ടീവ് എൻസൈംസ് ആണ്. കോക്സ് ആർ ഓൾവേസ് പ്രസന്റ്, ഓൾവേസ് ഫങ്ഷൻ. സോ അതുകൊണ്ട് തന്നെ ഇവയെ നമുക്ക് ഹൗസ് കീപ്പിംഗ് എന്ന് വിളിക്കാം. ഹൗസ് കീപ്പിംഗ് എൻസൈംസ് ആണ്, എപ്പോഴും ഉണ്ടാകുന്ന, അവിടെ എപ്പോഴും പ്രസന്റ് ആയിരിക്കുന്ന സംഭവങ്ങളാണ്. കണ്ടിന്യൂസ്ലി സിന്തസൈസ്ഡ് ഇൻ സെൽ. സോ നമ്മൾ ഇവയെ തടഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ചില പ്രശ്നങ്ങൾ, നോർമൽ പ്രോസസ്സിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. രണ്ടാമത്തത് കോക്സ് 2 ആണ്. കോക്സ് 2 എന്ന് പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂട്ടീവ് അല്ല. മിക്കവാറും സെല്ലുകളിൽ നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ടീവ് അല്ലെങ്കിൽ പിന്നെ നമുക്കതിനെ പറയാവുന്നത് ദീസ് ആർ നോട്ട് ഹൗസ് കീപ്പിംഗ് അല്ല എന്ന് നമുക്ക് പറയാം. ആൻഡ് ദീസ് ആർ ഇൻഡ്യൂസിബിൾ ടൈപ്പ് ആണ്. ഒരു പ്രശ്നം വരുമ്പോൾ ഇത് വളരെയധികം പെട്ടെന്ന് വളരെയധികം ഉയർന്ന തോതിൽ ഉണ്ടാകുന്നതാണ് കോക്സ് 2 എന്ന് പറയുന്ന തരം എൻസൈം. സെല്ലിന് പ്രശ്നങ്ങൾ വരുന്നു, അപ്പോൾ വർദ്ധിച്ച അളവിൽ കോക്സ് 2 ഉണ്ടാകും. സോ കോക്സ് 2 വർദ്ധിക്കുമ്പോഴത്തേക്കും ധാരാളം പ്രോസ്റ്റനോയിഡ്സ് ഉണ്ടാകും. പ്രോസ്റ്റനോയിഡ്സ് കൂടുമ്പോഴത്തേക്കും അവിടെ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് മൂലമുള്ള ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് കൂടുതലായിട്ടുണ്ടാകും. സോ കോക്സ് 2 ആണ് കൂടുതലായിട്ട് നമ്മൾ ഈ പറയുന്ന ഇൻഫ്ലമേഷൻ, വേദന, വീക്കം, പെയിൻ, വേദന, പനി ഒക്കെ ഉണ്ടാക്കുന്നത്, ഫീവർ ഒക്കെ ഉണ്ടാക്കുന്നത് ഈ കോക്സ് 2 ആണെന്ന് നമുക്ക് പറയാം. ബിക്കോസ് കോക്സ് 2 ആണ് അവിടെ ഏതെങ്കിലും സ്ഥലത്ത് പ്രശ്നം ഉണ്ടാകുമ്പോൾ കൂടുതലായിട്ട് ഉണ്ടാകും. പക്ഷെ കോക്സ് 2 ഞാൻ പറഞ്ഞു നോൺ കോൺസ്റ്റിറ്റ്യൂട്ടീവ് ആണെന്ന് പറഞ്ഞെങ്കിലും ചില സ്ഥലങ്ങളിലെങ്കിലും കോക്സ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടീവ് ആണ്. കോക്സിന്റെ എൻസൈംസ് കൂടുതലുള്ള സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കിഡ്നിയിൽ കോക്സ് 2 ധാരാളമുണ്ട്. എൻഡോത്തീലിയൽ സെൽസിലുണ്ട്, ബ്രെയിനകത്തുണ്ട്, ആൻഡ് ഓൾസോ ഇൻ ഫീറ്റസ്. സോ ഇവിടെ എല്ലാം പല സ്ഥലങ്ങളിലും കോക്സ് 2 ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടീവ് ആണ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. ഇനി കോക്സ് 1ന്റെ ഒരു സ്ലൈസ് വേരിയന്റ് എന്നോ അല്ലെങ്കിൽ വേരിയന്റ് ആണ് കോക്സ് 3 എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ വേരിയന്റ് ഓഫ് കോക്സ് 1. ബ്രെയിനിലാണ് ഈ കോക്സ് 3 കൂടുതലായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. ഇൻഫ്ലമേഷനിൽ കാര്യമായിട്ടുള്ള റോളില്ല. സോ കോക്സ് 3ക്ക് ഇൻഫ്ലമേഷനിൽ കാര്യമായിട്ടുള്ള റോളില്ല, വേദനയിൽ പക്ഷെ റോളുണ്ട്. സോ ഇൻ പെയിനകത്ത് റോളുണ്ട്, പനി, ഫീവറിനകത്തും റോളുള്ളതാണ് കോക്സ്
COX-3. സോ COX-3 അനാൽജസിയ, പൈറക്സിയ എന്നിവയിലാണ് കൂടുതൽ എഫക്റ്റീവ്. COX-3 നമ്മൾ മൃഗങ്ങളിലാണ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്, മനുഷ്യരിൽ എത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും COX-3 എന്ന് പറയുന്ന ഒരു ടൈപ്പ് കൂടി ഉണ്ട്. സോ നമ്മുടെ മരുന്നുകൾ എന്താ ചെയ്യുക? നമ്മുടെ മരുന്നുകൾ NSAIDs, they inhibit all these COX-കളെ എല്ലാത്തിനെയും തടയുന്ന മരുന്നുകളെയാണ്. സോ ദീസ് വി ഇൻഹിബിറ്റ് ദീസ് NSAIDs എന്ന് പറയുന്ന. ആൻഡ് ഈ NSAIDs ഇതിനെ തടയുന്നത് പറഞ്ഞ് 3 തരം ഉള്ളപ്പോൾ ചിലപ്പോൾ ഇതിനായിരിക്കും കൂടുതൽ തടയുക, ചിലപ്പോൾ ഇതിനായിരിക്കും കൂടുതൽ തടയുക, ചിലപ്പോൾ ഇതിനെയും തടയും, ചിലപ്പോൾ ഇതിനായിരിക്കും കൂടുതൽ തടയും. സോ ഇവിടെ പ്രവർത്തനത്തിൽ ഓരോ കോക്സിന്റെ സ്ട്രക്ചർ അനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. സോ ഈ കോക്സിനോടുള്ള വ്യത്യാസം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ NSAIDs വിഭാഗം മരുന്നുകളെ നമ്മൾ ഇനി ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത്. ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറ്റ്സ് എബിലിറ്റി ടു ഇൻഹിബിറ്റ് COX-1 ആണോ, COX-2 ആണോ, COX-2 മാത്രമാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ. സോ ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് ഇനി പറയേണ്ടത്. നമുക്ക് ക്ലാസിഫൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒരു കാര്യം കൂടി നോക്കിയേക്കാം. ഏതെല്ലാം കണ്ടീഷൻസിൽ ഏതെല്ലാം പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ആണ് കൂടുതൽ എന്നുള്ള കാര്യം കൂടി ഒന്ന് നോക്കിയേക്കാം. സപ്പോസ് ഇൻ ഇൻഫ്ലമേഷനിൽ PGE2 ഉണ്ട് ആൻഡ് PGI2. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ടത് ഇൻ ഇൻഫ്ലമേഷൻ. വേദനയിലോ പെയിനിലാണെങ്കിൽ സെയിം PGE2 ആൻഡ് PGI2 ആണ്. പെരിഫറൽ സെൻസിറ്റേഷൻ ഓഫ് പെയിൻ, പെരിഫറൽ വേദന ഉണ്ടാകുന്നത് ഇപ്പോൾ കൈയിൻ്റെ അവിടെയാണെങ്കിൽ അവിടെ സെൻസിറ്റൈസേഷൻ വർദ്ധിപ്പിക്കുന്നത് PGE2 ആൻഡ് I2 ആണ്, പെരിഫറൽ സെൻസിറ്റൈസേഷൻ. ഇനി സെൻട്രൽ സെൻസിറ്റൈസേഷൻ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം സ്പൈനൽ കോഡിൽ എക്സൈറ്റബിലിറ്റി ഒക്കെ വർദ്ധിപ്പിച്ചിട്ട് വേദന കൂടുതലാക്കും. അതിനെ നമുക്ക് സെൻട്രൽ സെൻസിറ്റൈസേഷൻ എന്നാണ് പറയാം. അത് ചെയ്യുന്നത് PGD2നും കുറച്ച് റോളുണ്ട്, ദെൻ PGI2ന് റോളുണ്ട്, F2 ആൽഫ. ഇതിന് 3നുമാണ് സെൻട്രൽ സെൻസിറ്റൈസേഷനിൽ കൂടുതലായിട്ട് റോൾ ഉള്ളത്. ഇനി ഫീവറിനകത്താണെങ്കിലോ പനിയിലാണെങ്കിൽ അത് ബ്രെയിനിലെ ഹൈപ്പോതലാമസിലാണ് കൂടുതലായിട്ട് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്ന ആക്ഷൻ. സോ 2 ഫേസിലായിട്ടാണ് ഇത് സാറിന് സെറ്റ് ചെയ്യുക. ആദ്യത്തെ ഫേസിൽ സൈറ്റോകൈൻസ് ആണ്, ഇന്റർലൂക്കിൻ 1 ബീറ്റ ഉണ്ട്, ഇന്റർലൂക്കിൻ 6 ഉണ്ട്, ട്യൂമർ നെക്രോസിസ് ഫാക്ടർ, ആൽഫ, TNF, ദെൻ IFN, ഇന്റർഫെറോൺ. ഇതൊക്കെയാണ് ഫസ്റ്റ് ഫേസിൽ ആക്ട് ചെയ്യുക. രണ്ടാമത്തെ ഫേസിലാണ് നമ്മുടെ പ്രോസ്റ്റാഗ്ലാൻഡിൻ E2 ആണ് കൂടുതൽ പ്രധാനപ്പെട്ട റോൾ. ആൻഡ് ദീസ് ആക്ട് ഓൺ ദ റിസെപ്റ്റേഴ്സ്. പ്രോസ്റ്റാഗ്ലാൻഡിൻ ആക്ട് ചെയ്യുന്ന റിസെപ്റ്റേഴ്സ് ഒന്ന് EP3 ഉണ്ട്, ദെൻ അതർ EP. ഈ റിസെപ്റ്ററിലൊക്കെയാണ് ആക്ട് ചെയ്യുക. സോ ഇത് ആക്ട് ചെയ്യുമ്പോഴാണ് ടെമ്പറേച്ചർ ഓർ പെയിൻ ഒക്കെ കൂടും. സോ നമ്മൾ പറയുന്ന NSAIDs ഇവിടെയുള്ള പ്രോസ്റ്റാഗ്ലാൻഡിന്റെ സിന്തസിസ്, നിർമ്മാണം എല്ലാമാണ് തടസ്സപ്പെടുത്തുന്നത്. സോ വീക്കം, വേദന, പനി എല്ലാം ഓരോ മരുന്നും എവിടെയാണ് പ്രവർത്തിക്കുക എന്നനുസരിച്ച് COX-ലാണെങ്കിൽ വ്യത്യാസം വരും, COX-2 ആണെങ്കിൽ വ്യത്യാസം വരും. അതനുസരിച്ച് ചെറിയതായിട്ട് വ്യത്യാസം വരും. സോ ചിലത് പനിക്കായിരിക്കും നല്ലത്, ചിലത് വേദനയ്ക്കായിരിക്കും നല്ലത്, ചിലത് ഇൻഫ്ലമേഷനിലായിരിക്കും നല്ലത്. സോ NSAIDs ആർ ഇൻഹിബിറ്റേഴ്സ് ഓഫ് COX. So they are inhibitors of prostaglandins. അപ്പോൾ നമുക്ക് NSAIDs വിഭാഗം മരുന്നുകളെ നമുക്ക് 4 വിഭാഗമായിട്ട് ക്ലാസിഫൈ ചെയ്യാം. 1 COX-1നെയും COX-2നെയും തടയുന്നവ, നോൺ സെലക്റ്റീവ്. സോ ദീസ് ആർ നോൺ സെലക്റ്റീവ്. COX-1നെയും തടയാം, they can inhibit COX-2 also. COX-1 is equal to COX-2. അങ്ങനെ തടയുന്ന മരുന്നുകളെയാണ് നമ്മൾ COX-1, COX-2 or നോൺ സെലക്റ്റീവ് എന്ന് വിളിക്കുക. ദെൻ ചിലതിന് COX-2നോട് കുറച്ച് കൂടുതൽ താല്പര്യമുണ്ട്, പ്രിഫറൻഷ്യൽ COX-2 ഇൻഹിബിറ്റേഴ്സ്. COX-2നെ കൂടുതലായിട്ട് തടയും, പക്ഷേ COX-1നെയും വേണമെങ്കിൽ കുറച്ചൊക്കെ തടയാം, പക്ഷേ അത്രത്തോളം പ്രതിപത്തിയില്ല, അതിനെയും തടയാം. സോ അതുകൊണ്ടാണ് നമ്മൾ പ്രിഫറൻഷ്യലി COX-2 എന്ന് പറയും. സോ ഇതാണ് രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തത് COX-2നെ മാത്രമേ തടയുന്നുള്ളൂ, പ്രിഫറൻഷ്യൽ അല്ല, COX-2 ഓൺലി. സോ ഇൻഹിബിറ്റേഴ്സ് ഓഫ് COX-2, അതിനെ നമുക്ക് സെലക്റ്റീവ് COX-2 എന്ന് വിളിക്കാം. സെലക്റ്റീവ് COX-2, COX-1നെ തടയുന്നില്ല. ദെൻ നാലാമത്തത് ഈ COX ഒന്നുമല്ലാതെ COX-1നെയും 2നെയും തടയുന്നില്ല, മറ്റു പ്രവൃത്തികളിലൂടെ വേദന, പനി എന്നിവയൊക്കെ തടയുക. സോ ദീസ് ആർ അനാൾജസിക്സ് ആൻഡ് ആന്റിപൈററ്റിക് ആണ്. ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഇല്ല, ആന്റിപൈററ്റിക്. നോ ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഇല്ലാത്ത മരുന്നുകൾ എന്ന നമുക്ക് നാലാമത്തെ ഗ്രൂപ്പിൽ പെടുത്താം. സോ ഇതാണ് 4 ഗ്രൂപ്പുകൾ: COX-1 ആൻഡ് COX-2 നോൺ സെലക്റ്റീവ്, പ്രിഫറൻഷ്യലി COX-2, സെലക്റ്റീവ് COX-2 ആൻഡ് അനാൾജസിക് ആന്റിപൈററ്റിക് ഡ്രഗ്. നമുക്ക് ക്ലാസിഫിക്കേഷനിലുള്ള മരുന്നുകൾ പറയുന്നതിന് മുമ്പ് ചില പ്രോപ്പർട്ടീസ് കൂടി ഒന്ന് പറഞ്ഞിട്ട് പോയേക്കാം. ഒന്ന്, ഈ മരുന്നുകളെല്ലാം തന്നെ വേദന കുറയ്ക്കുന്ന മരുന്നുകളാണ്, പക്ഷേ നോട്ട് ഗുഡ് ഫോർ
ഫോർ ന്യൂറോപ്പതിക് പെയിൻ. ന്യൂറോപ്പതിക് പെയിന് ഈ മരുന്നുകളൊന്നും തന്നെ എഫക്റ്റീവ് അല്ല. നോട്ട് എഫക്റ്റീവ്. ന്യൂറോപ്പതിക് പെയിന് നോട്ട് എഫക്റ്റീവ് ആണ് എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. ന്യൂറോപ്പതിക് പെയിന് നമുക്ക് ആന്റി എപ്പിലെപ്റ്റിക് ഡ്രഗുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള SNRI, SNDRI അങ്ങനെയൊക്കെയുള്ള മരുന്നുകളായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. ഇനി ഈ മരുന്നുകളിലേക്ക് വരികയാണെങ്കിൽ ഈ മരുന്നുകൾ NSAIDs എല്ലാം തന്നെ ഓൾമോസ്റ്റ് ഓൾ 99% മരുന്നുകളും ഓർഗാനിക് ആസിഡ്സ് ആണ്. ഓൾ ദീസ് ആർ ഓർഗാനിക് ആസിഡ്സ് തരം മരുന്നുകളാണ് എല്ലാം, അല്ലെങ്കിൽ അവയുടെ ഡെറിവേറ്റീവ്സ് ആണ്, വീക്ക് ആസിഡ്സ് ആണ്. ഓക്കെ, സോ അതുകൊണ്ട് ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമ്മൾ എല്ലായിടത്തും ആസിഡ്സ് എന്നുള്ള വാക്കുകൾ വരും എന്നത് പ്രത്യേകം ഓർക്കുക. ഓർഗാനിക് ആസിഡ്സ്. ദെൻ രണ്ടാമത്തത് ആസ്പിരിൻ എന്ന മരുന്ന് ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ കോമ്പറ്റീറ്റീവ് ആൻഡ് ഓൾസോ റിവേഴ്സിബിൾ ഇൻഹിബിറ്റേഴ്സ് ഓഫ് കോക്സ് ആണ്. തടയുന്നത് കോമ്പറ്റീറ്റീവ് ആണ്, റിവേഴ്സിബിൾ ആണ്. എന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ വിട്ടുപോകും. പക്ഷെ ആസ്പിരിൻ ഈസ് ഇറിവേഴ്സിബിൾ ആണ്. ആസ്പിരിൻ ഇറിവേഴ്സിബിൾ ആണ്. ഒറ്റ മരുന്നേ ഉള്ളൂ, അത് ആസ്പിരിൻ മാത്രമാണ്. ഇറിവേഴ്സിബിൾ ഇൻഹിബിറ്റർ ഓഫ് കോക്സ്. ഒരിക്കൽ ഒട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ കോക്സിന്റെ മരണം കണ്ടിട്ടേ അത് പോകത്തുള്ളൂ. കോക്സ് പുതിയതായിട്ടുണ്ടായിട്ട് വരും. ദെൻ പിന്നെ ഒരു മരുന്ന് നാപ്രോക്സൻ എന്ന് പറയുന്ന ഒരു മരുന്ന്. നാപ്രോക്സൻ ആൻഡ് ഫ്ലർബിപ്രോഫൻ. ഈ മരുന്നുകളെ കുറിച്ച് ഞാൻ പറയും. ഫ്ലർബിപ്രോഫൻ എന്ന് പറയുന്ന മരുന്ന് അലോസ്റ്ററിക് ബൈൻഡിങ് സൈറ്റിലാണ്. അലോസ്റ്ററിക് ബൈൻഡിങ് ആണ്. ബാക്കിയെല്ലാം തന്നെ അവയുടെ കാറ്റലിറ്റിക് ബൈൻഡിങ് സൈറ്റിലാണ് ഒട്ടിച്ചേരുക. പക്ഷേ ഇത് വേറെ സൈറ്റിലാണ് ഒട്ടിച്ചേരുക, എന്നാലും ഇൻഹിബിറ്റ്. നാബുമെറ്റോൺ എന്ന് പറയുന്ന ഒരു മരുന്ന്. നാബുമെറ്റോൺ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. അത് വീക്ക് ആസിഡ് അല്ല, അത് മിക്കവാറും ഒരു ബേസിക് ആയിട്ടുള്ള സംഭവമാണ്. ഒരു ആസിഡ് ഡെറിവേറ്റീവ് ആണ്, പക്ഷെ അത് കുറച്ച് ബേസിക് ഡ്രഗ് ആണ്. ഇനി ഈ മരുന്നുകളെല്ലാം തന്നെ ഗുളികയായിട്ട് കിട്ടും, ഇഞ്ചക്ഷൻ ആയിട്ട് പലതും അവൈലബിൾ ആണ്. ടാബ്ലറ്റ് ഓറലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക, ഇഞ്ചക്ഷൻ. ദെൻ ദീസ് ഡ്രഗ്സ് ആർ അവൈലബിൾ ആസ് ഓയിൻമെന്റ്. പലതും ഓയിൻമെന്റ്സ് ആയിട്ട് പുറത്ത് പെരട്ടാനായിട്ട് അവൈലബിൾ ആണ്. ചിലതെങ്കിലും കണ്ണിലേക്കുള്ള ഒഴിക്കാൻ തുള്ളി മരുന്ന്, സോ ലോക്കൽ ആക്ഷൻ, ഐ ഡ്രോപ്സ് അങ്ങനെയൊക്കെ ആയിട്ടും അവൈലബിൾ ആണ്. ചെവിയിൽ ഒഴിക്കുന്ന മരുന്നുകളൊക്കെ ആയിട്ടും അവൈലബിൾ ആണ്. സോ അപ്പോൾ നമുക്കിനി ക്ലാസിഫിക്കേഷൻ കാണാം. അപ്പോൾ ആദ്യത്തെ നമുക്ക് നോൺ സെലക്റ്റീവ് കോക്സ് 1 ആൻഡ് കോക്സ് 2 നോൺ സെലക്റ്റീവ് ഏതെല്ലാമാണെന്ന് കാണാം. 1 ഈസ് സാലിസിലിക് ആസിഡ് ഡെറിവേറ്റീവ്. സോ ആസിഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. സാലിസിലിക് ആസിഡ് ഡെറിവേറ്റീവ്സ് ഏറ്റവും പ്രധാനം ആസ്പിരിൻ ആണ്. ആസ്പിരിൻ നമുക്ക് ASA, അസറ്റൈൽ സാലിസിലിക് ആസിഡ് ആണ് ആസ്പിരിൻ. ദെൻ സോൾട്ട് ഓഫ് സോഡിയം സാലിസിലേറ്റ് ഉണ്ട്. അപ്പോൾ സോഡിയം സാലിസിലേറ്റ് അനദർ മരുന്നാണ്. ദെൻ ഈ വിഭാഗത്തിൽ വരുന്നതാണ് ഡൈഫ്ലൂനിസാൽ, സാൽ ഫോർ സാലിസിലേറ്റ്. സോ ഇനി ഒരു മരുന്ന് കൂടി നമുക്ക് വേണമെങ്കിൽ പറയാം, മീഥൈൽ സാലിസിലേറ്റ്. അത് പറ്റുന്ന ഒരു മരുന്നാണ്, അതും കൂടി വേണമെങ്കിൽ ഉൾപ്പെടുത്താം. എങ്കിലും പ്രധാനപ്പെട്ട മരുന്നുകൾ ഇതാണ്. ആൻഡ് ദിസ് ആസ്പിരിൻ, ഇതിന് പ്രത്യേകമായിട്ട് ആന്റി പ്ലേറ്റ്ലെറ്റ് ആക്ഷൻ ഉണ്ട്. പ്ലേറ്റ്ലെറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആക്ഷൻ ഉണ്ട് ആസ്പിരിൻ എന്ന് പറയുന്ന മരുന്ന്. ഇനി രണ്ടാമത്തത്, സോ ദീസ് ആർ സാലിസിലിക് ആസിഡ് ഡെറിവേറ്റീവ്സ് ആണ്. അപ്പോൾ ഇനി അടുത്ത ആസിഡ് ഏതായിരിക്കും? അസറ്റിക് ആസിഡ് ആണ്. അസറ്റിക് ആസിഡ് ഡെറിവേറ്റീവ്സ് ആണ്. അതിൽ ഫേമസ് ഡ്രഗ് ഇൻഡോമെത്താസിൻ ആണ്. ഇൻഡോമെത്താസിന്റെ പ്രോ ഡ്രഗ് ആണ് സുലിൻഡാക്. സോ സുലിൻഡാക് ഇൻഡോമെത്താസിൻ ആയിട്ട് മാറും. ദെൻ ടോൾമെറ്റിൻ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്, ടോൾമെറ്റ്. ദെൻ അനദർ ഡ്രഗ് ഈസ് കെറ്ററോലാക് എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. ദെൻ നാബുമെറ്റോൺ എന്ന് പറയുന്ന മരുന്ന്. സോ നാബുമെറ്റോൺ ഞാൻ ഓൾറെഡി പറഞ്ഞു, സം ബേസിക് പ്രോപ്പർട്ടീസ് ഉള്ള മരുന്നാണ്. ദെൻ കിറ്ററോലാക് എന്ന് പറയുന്ന മരുന്ന് ഓൾമോസ്റ്റ് ലൈക്ക് മോർഫിൻ ഈക്വലന്റ് ആണ് വേദന സംഹാരിയിൽ, ഈക്വൽ ടു മോർഫിൻ ആണ് വേദനയിൽ. ദെൻ ഇൻഡോമെത്താസിൻ ഫേമസ് ആന്റി ആർത്രൈറ്റിക് മരുന്നായിട്ട് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മരുന്നാണ്. ആർത്രൈറ്റിസിനൊക്കെ ഇൻഡോമെത്താസിൻ ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. മൂന്നാമത്തത് പ്രൊപ്പിയോണിക് ആസിഡ് ആണ്. അസറ്റിക് ആസിഡ് കഴിഞ്ഞാൽ പിന്നെ പ്രൊപ്പിയോണിക് ആസിഡ് ആണ്. പ്രൊപ്പിയോണിക് ആസിഡ് ഡെറിവേറ്റീവ്സ് ഫേമസ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗുകളാണ്. ഓക്കെ, ആദ്യത്തെ മരുന്ന് ഫിനോ, എല്ലാത്തിന്റെയും പുറകെ പ്രോഫൻ ഉണ്ട്. ഫിനോപ്രോഫൻ. ഫ്ലർബി പ്രോഫൻ എഴുതുക. ഏറ്റവും ഫേമസ് അതൊന്നുമല്ല, ഐബുപ്രോഫൻ ആണ്. ഐബുപ്രോഫൻ, ലോക്കലായിട്ട് ബ്രൂഫൻ. ദെൻ കീറ്റോപ്രോഫൻ എന്ന് പറയുന്ന മരുന്നുണ്ട്. ദെൻ നാപ്രോക്സൻ എന്ന് പറയുന്ന മരുന്നുണ്ട്, സോ ദിസ് ഈസ് ദ സേഫസ്റ്റ്. ഐബുപ്രോഫൻ ആണ് സേഫസ്റ്റ് NSAID ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഐബുപ്രോഫൻ ആണ്. ദെൻ നാപ്രോക്സൻ ഈസ് കാർഡിയോ സേഫ് ആയിട്ടുള്ള ഒരു NSAIDs ആണ് നാപ്രോക്സൻ. ഇനിയുള്ളത് ഫെനമിക് ആസിഡ് ഡെറിവേറ്റീവ്സ് ആണ്, അല്ലെങ്കിൽ ഫെനമേറ്റ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഫെനമേറ്റ്സ്. അപ്പൊ നാലാമത്തെ ഗ്രൂപ്പാണ് ഫെനമേറ്റ്സ്. അതിന് പ്രധാനമായിട്ടും യൂട്ടറൈൻ ആക്ഷൻ ഒക്കെ കൂടുതലാണ്, യൂട്രസിനകത്തൊക്കെ. സോ ഫ്ലൂഫെനമിക് ആസിഡ് ആണ് ഒരെണ്ണം. ഫ്ലൂഫെനമിക് ആസിഡ് ഉണ്ട്. പക്ഷെ ഏറ്റവും ഫേമസ് മെഫെനമിക് ആസിഡ് ആണ്. മെഫെനമിക് ആസിഡ് എന്ന് പറയുന്ന മരുന്നാണ്. ദെൻ മെക്ലോഫെനമേറ്റ് എന്ന് പറയുന്ന മരുന്ന് കൂടിയുണ്ട്, മെക്ലോഫെനമേറ്റ്. സോ ഇതാണ് ഫെനമിക് ആസിഡ് ഡെറിവേറ്റീവ്സ്. ഓക്കെ, ഫെനമേറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത ആസിഡ് ഇനോളിക് ആസിഡ് ആണ്. ഇനോളിക്
ആസിഡ്. ഇനോളിക് ആസിഡ് ഏറ്റവും ഫേമസ് പൈറോക്സിക്കാം എന്ന് പറയുന്ന മരുന്നാണ്, പൈറോക്സിക്കാം. ദെൻ ടെനോക്സിക്കാം ഉണ്ട് അടുത്തത്, ടെനോക്സിക്കാം എന്ന് പറയുന്ന മരുന്ന്. ദെൻ ആറാമത്തത് പൈറസോളോൺ ഡെറിവേറ്റീവ് ആണ്, പൈറസോളോൺ ഡെറിവേറ്റീവ്സ്. ഈ മരുന്നുകൾ വൺസ് ഇറ്റ് വാസ് ഫേമസ്, പക്ഷെ ഇപ്പൊ അധികം ഉപയോഗത്തിലില്ല. ഫിനൈൽ ബ്യൂട്ടസോൺ എന്ന് പറയുന്ന മരുന്നുണ്ട്, ഓക്സിഫെൻ ബ്യൂട്ടസോൺ എന്ന് പറയുന്ന മരുന്നുണ്ട്, പ്രൊപ്പൈൽ ഫിനാസോൺ എന്ന് പറയുന്ന മരുന്ന്. ഒരു കാലത്ത് ഭയങ്കരമായിട്ട് ഉപയോഗം ഉണ്ടായിരുന്നു, ഇപ്പൊ കാര്യമായിട്ടുള്ള ഉപയോഗം കുറവാണ്. ദെൻ പിന്നെ ഒരെണ്ണം പറയുകയാണെങ്കിൽ ഓക്സാപ്രോസിൻ എന്ന് പറയുന്ന ഒരു മരുന്ന് കൂടി നമുക്ക് പറയാം, ഓക്സാപ്രോസിൻ. സോ ഇതെല്ലാമാണ് നോൺ സെലക്റ്റീവ് കോക്സ് 1 ആൻഡ് കോക്സ് 2 ഇൻഹിബിറ്റേഴ്സ്. രണ്ടാമത്തെ ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞത് പ്രിഫറൻഷ്യൽ കോക്സ് 2, കോക്സ് 2വിനെയാണ് കൂടുതൽ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള മരുന്നുകൾ ഇപ്പോൾ പൈറോക്സിക്കാം പോലെയുള്ള ഒരു ഡ്രഗാണ് മെലോക്സിക്കാം എന്ന് പറയുന്നത്. മെലോക്സിക്കാമിന് കൂടുതലായിട്ട് കോക്സ് 2വിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുക. ദെൻ മറ്റൊരു ഫേമസ് ഡ്രഗാണ് നിമെസുലൈഡ് എന്ന് പറയുന്ന മരുന്ന്, നിമിസുലൈഡ് ഇന്ത്യയിലൊക്കെ 11 വയസ്സോ 15 വയസ്സിൽ താഴെയുള്ള പിള്ളേരിൽ ബാൻഡ് ആയിട്ടുള്ള ഡ്രഗാണ്, ഹെപ്പറ്റോക്സിറ്റി ഒക്കെ ഉള്ള മരുന്നാണ്. ദെൻ വേറൊരു മരുന്നാണ് എറ്റോഡോലാക് എന്ന് പറയുന്ന മരുന്ന്. ദെൻ ഫിനൈൽ അസെറ്റിക് ആസിഡ് ഡെറിവേറ്റീവ്, എല്ലാം ആസിഡാണ് നമ്മൾ പറഞ്ഞു. ഫിനൈൽ അസെറ്റിക് ആസിഡ് ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഡൈക്ലോഫെനാക് സോഡിയം ഈസ് വെരി വെരി ഫേമസ്. മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഡ്രഗ് ആണ്, ബ്രൂഫിനൊക്കെ പോലെ തന്നെ ഉപയോഗിക്കുന്ന ഡ്രഗ് ആണ്. മസ്കുലോസ്കെലിറ്റൽ പെയിൻ അങ്ങനെയൊക്കെ ഉള്ളതിന് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ്. അതേപോലെയുള്ള ഒരു മരുന്നാണ് അസിക്ലോഫെനാക് എന്ന് പറയുന്ന മരുന്ന്. ഇതാണ് പ്രിഫറൻഷ്യൽ കോക്സ് 2. ഇനി നമുക്കപ്പോൾ പറയേണ്ടത് സെലക്റ്റീവ് കോക്സ് 2 ആണ്. കോക്സ് 2വിൽ കൂടുതലായിട്ട് ഇതെല്ലാം തന്നെ കോക്സിബ്സ് ആണ്, കോക്സിബ്സ് വിഭാഗം. എല്ലാ മരുന്നുകളും പേര് അവസാനിക്കുന്ന കോക്സിബ്സ് ആണ്. അത് തന്നെ സൾഫോണമൈഡ്സ് ഉണ്ട്, ദെൻ സൾഫോൺസ് ഉണ്ട്. സോ സൾഫ ഗ്രൂപ്പുകളുള്ള മരുന്നുകളാണ്. ഒന്ന് സെലിക്കോക്സിബ് ആണ്, സെലിക്കോക്സിബ് ആണ് ഏറ്റവും വൈഡ് ആയിട്ട് ഉപയോഗിക്കുക. ദെൻ വാൽഡിക്കോക്സിബ് ഉണ്ട്, വാൽഡിക്കോക്സിബ്. പിന്നെ ഒരെണ്ണം എറ്റോറികോക്സിബ് ഉണ്ട്, എറ്റോറികോക്സിബ് എന്ന് പറയുന്ന മരുന്നുണ്ട്. ദെൻ പാരകോക്സിബ്, പാരികോക്സിബ് എന്ന് പറയുന്ന മരുന്നുണ്ട്. ആൻഡ് പിന്നെ ഒരെണ്ണം റോഫിക്കോക്സിബ് ആണ്. റോഫിക്കോക്സിബ് എന്ന് പറയുന്ന മരുന്ന് ഓൾറെഡി ബാൻഡ് ആണ്, വൈഡായിട്ട് ഉപയോഗിക്കപ്പെട്ടിരുന്നതാണ്. ദെൻ വേറൊരെണ്ണം ബാൻഡ് ആയിട്ടുള്ളത് ലുമിറാകോക്സിബ് ആണ്, ലുമിറാകോക്സിബ്. സോ ഇതും ബാൻഡ് ആണ്. ദെൻ ദിസ് വാൽഡിക്കോക്സിബ് ഓൾറെഡി പറയാൻ പറ്റുമോ, ഇതും ബാൻഡ് ആണ്. ഈ 3 മരുന്നും ബാൻഡ് ആണ്. അപ്പോൾ ഉപയോഗത്തിൽ സെലിക്കോക്സിബ്, എറ്റോറികോക്സിബ് ആൻഡ് പാരികോക്സിബ് എന്ന് പറയുന്ന 3 മരുന്നുകളാണ്. അതിൽ റോഫിക്കോക്സിബ്, എറ്റോറികോക്സിബ് ഉപയോഗത്തിലാണ്. ഇത് സൾഫോൺ ആണ്. മറ്റേത് രണ്ടും സൾഫോണാമൈഡ് ഗ്രൂപ്പിൽ വരുന്ന മരുന്നുകൾ കൂടിയാണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഇനി നമുക്ക് അവസാനത്തെ പറയാനുള്ളത് നോ ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഇല്ല, പക്ഷെ അനാൾജസിക് ആന്റിപയററ്റിക് ആക്ഷൻ ഉള്ള മരുന്ന് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മരുന്ന് അസെറ്റാമിനോഫെൻ എന്ന് പറയുന്ന മരുന്നാണ്. അല്ലെങ്കിൽ നമ്മൾക്ക് പക്ഷേ അതിന്റെ പേര് പാരാസെറ്റമോൾ ആണ്. അമേരിക്കയിലാണ് അസെറ്റാമിനോഫെൻ. പാരാസെറ്റമോൾ എന്ന് പറയുന്ന നമ്മളുടെ മോൾ അല്ലെ, നമ്പർ 1 വേദന സംഹാരിയാണ്, പനി കുറയ്ക്കുന്ന മരുന്നാണ്. ദെൻ നെഫോപാം ഈസ് അനദർ വൺ, നെഫോപാം എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. ദെൻ മെറ്റാമിസോൾ എന്ന് പറയുന്ന മരുന്നുണ്ട്, മെറ്റാമിസോൾ എന്ന് പറയുന്ന ഒരു മരുന്ന് കൂടിയുണ്ട്. ദെൻ ഫിനാസെറ്റിൻ ഞാൻ എഴുതുന്നില്ല, ഫിനാസെറ്റിൻ ബാൻഡ് ആണ്, ഫേമസ് ആയിരുന്നു പക്ഷെ ബാൻഡ് ആണ്. സോ ഇത്രയും മരുന്നൊക്കെയാണ് ഓക്സാപ്രോസിൻ പോലെയുള്ള മരുന്നുകൾ. സോ ഇത്രയും മരുന്നുകളാണ് നമുക്ക് അനാൾജസിക്സ് ആൻഡ് ഇൻഫ്ലമേറ്ററി മൊത്തത്തിൽ NSAIDs ഗ്രൂപ്പിൽ വരുന്ന മരുന്നുകൾ. അതിൽ ആസ്പിരിൻ മാത്രം സെലക്റ്റീവ് ആണ്, ബിക്കോസ് ദീസ് ആർ നോൺ ഇറിവേഴ്സിബിൾ ഇൻഹിബിറ്റേഴ്സ് ആണ്. ആൻഡ് ഈ ഗ്രൂപ്പ് മരുന്നുകൾ പ്രോസ്റ്റാഗ്ലാൻഡിനെ ഇവിടെ തടയുന്നില്ല എന്നുള്ളതാണ് ഇവയുടെ പ്രത്യേകത. അവസാനമായിട്ട് നമുക്ക് കാണേണ്ടത് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ആണ് ഇല്ലാതെയാകുന്നത്. സോ ഇതില്ലാതെയാകുന്നത് മൂലമുള്ള അഡ്വാൻറ്റേജസ് എന്തെല്ലാമാണ്, ഗുണങ്ങൾ എന്താണ്, ഇത് മൂലമുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ്. സോ ഗുണങ്ങളും ദോഷങ്ങളും നമുക്ക് ജസ്റ്റ് നോക്കാം. സോ ഗുണങ്ങൾ, വേദന അല്ലെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് വേദന. അനാൾജസിക് എഫക്റ്റ് നമുക്ക് കിട്ടും. രണ്ടാമത്തത് ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ കിട്ടും, വീക്കം കുറയും, അത് പ്രധാനപ്പെട്ടതാണ്. ആൻഡ് ഇത് വിവിധ തരം വേദനകളിൽ അപ്പോൾ ഇത് ഉപയോഗിക്കും. നമ്മൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ജോയിന്റ് പെയിൻ, മസ്കുലോസ്കെലിറ്റൽ പെയിൻസ്, ഇൻഫ്ലമേറ്ററി പെയിൻ, അങ്ങനെയുള്ള എല്ലാ വേദനകളിലും നമുക്ക് ഈ മരുന്നുകൾ ഉപയോഗിക്കാം. 3 ഫീവറിന് നമുക്ക് ഉപയോഗിക്കാം, പാരസെറ്റമോൾ പോലെയുള്ള മരുന്നുകൾ വേദനയിലും പനിയിലും നമുക്ക് ഉപയോഗിക്കാം. 4ാമത്തത് ആന്റി ത്രോംബോട്ടിക് എഫക്ട് നമുക്ക് ഉപയോഗിക്കാം.
ഉപയോഗിക്കാം. ആന്റി ത്രോംബോട്ടിക് ഓർ ആന്റി പ്ലേറ്റ്ലെറ്റ് എഫക്ട് എന്നാണ് നമ്മൾ പറയാം. പ്ലേറ്റ്ലെറ്റുകൾ കട്ട പിടിക്കാതെ ഇരിക്കാനായിട്ട്. പ്ലേറ്റ്ലെറ്റുകൾ കട്ട പിടിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സുഖമാണ്. ബ്ലഡ് വെസൽസിനകത്ത് ക്ലോട്ടിങ് ഉണ്ടാവില്ല. സോ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ആസ്പിരിൻ എന്ന് പറയുന്ന മരുന്ന് നമുക്ക് ഹൃദയാഘാതം, MI അങ്ങനെയുള്ളതിലൊക്കെ ഭയങ്കര അഡ്വാൻറ്റേജസ് ആണ്. അഞ്ചാമത്തത്, വി ക്യാൻ യൂസ് ദിസ് ഫോർ ക്ലോഷർ ഓഫ് ഡക്ടസ് ആർട്ടീരിയോസിസ്. ഡക്ടസ് ആർട്ടീരിയോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിൽ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മളുടെ പൾമോണറി ആർട്ടറിയും അയോട്ടയും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. ഇതിങ്ങനെ തുറന്നിരിക്കുകയായിരിക്കും, ഇങ്ങനെ ബ്ലഡ് പോകുന്നുണ്ടാവും. ജനിച്ചു കഴിയുമ്പോൾ ഇതങ്ങ് അടയണം. സോ അത് അടയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക്, ബിക്കോസ് ഇത് തുറന്നിരിക്കാൻ കാരണം പ്രോസ്റ്റാഗ്ലാൻഡിൻ മൂലമാണ്, അത് തടയുമ്പോഴത്തേക്കും അത് അടയും. സോ അതിന് നമുക്ക് ഇത് ഉപയോഗിക്കാം. ബ്രൂഫൻ നമ്മൾ ഉപയോഗിക്കും, ഇൻഡോമെത്താസിൻ പോലെയുള്ള മരുന്നുകൾ ഉപയോഗിക്കും. ആറാമത്തത് ഡിസ്മെനോറിയ പോലെയുള്ള സ്ത്രീകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഡിസ്മെനോറിയ, ഫ്ലൂഫെനമിക് ആസിഡ് ഒക്കെ നമുക്ക് വൈഡായിട്ട് ഉപയോഗിക്കുന്ന ബ്രൂഫനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. PGF2 ആൽഫ ആണ് ഇത് പ്രധാനപ്പെട്ട ആള്. സോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട്. ഇനി മറ്റ് സിസ്റ്റമിക് യൂസസ് വേറെ ഉള്ളത് സിസ്റ്റമിക് മാസ്റ്റോസൈറ്റിസിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സിസ്റ്റമിക് മാസ്റ്റോസൈറ്റോസിസ് എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയാണ്. അത് PGD2 ഇൻഹിബിറ്റർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കണം. ആസ്പിരിൻ നമ്മൾ കൊടുക്കാറുണ്ട്. മറ്റ് ആന്റി ഇൻഫ്ലമേറ്ററി വേണമെങ്കിൽ കൊടുക്കാം. ദെൻ നിയാസിൻ എന്ന് വെച്ചാൽ കൊളസ്ട്രോളിനെതിരായിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ്. നിയാസിൻ ഇൻഡ്യൂസ്ഡ് ഫ്ലഷിംഗ് എന്ന് പറയുന്ന കണ്ടീഷൻസിൽ നമുക്ക് ആസ്പിരിനോ ബ്രൂഫനോ പോലെയുള്ള ഡ്രഗുകൾ ഉപയോഗിക്കാം. ദെൻ ബാർട്ടർ സിൻഡ്രോം എന്നൊക്കെ പറയുന്ന പല കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. സോ ഇതെല്ലാമാണ് നമ്മൾ ഈ മരുന്നുകളുടെ ഗുണം, ബിക്കോസ് ഓഫ് പ്രോസ്റ്റാഗ്ലാൻഡിൻ ഇൻഹിബിഷൻ മൂലമുള്ള ഗുണങ്ങൾ. ഇനി പ്രോസ്റ്റാഗ്ലാൻഡിൻ ഇൻഹിബിഷൻ മൂലമുള്ള ദോഷങ്ങൾ അപ്പോൾ എവിടെയായിരിക്കും വരിക? ദോഷങ്ങൾ ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട പ്രോസ്റ്റാഗ്ലാൻഡിൻ ഇൻഹിബിഷൻ മൂലമുള്ള ദോഷം വരിക നമ്മുടെ GIT-ലാണ്. GIT എന്ന് പറയുമ്പോൾ സ്റ്റൊമക്കിൽ തന്നെയാണ്. ബിക്കോസ് ഓഫ് ഇൻക്രീസ്ഡ് ആസിഡ് സെക്രീഷൻ കൂടുന്നല്ല, ശരിക്കും ആസിഡ് സെക്രീഷൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഉണ്ട് അവിടെ. അതെല്ലാം ബിക്കോസ് ഓഫ് ദിസ് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് മൂലമായിരുന്നു. എന്തൊക്കെയായിരുന്നു? ഒന്ന്, മ്യൂക്കസ് വർദ്ധിക്കുന്നത് അവിടെ, റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് സെൽസ്, ഇൻക്രീസ്ഡ് ബ്ലഡ് സപ്ലൈ, ഇൻക്രീസ്ഡ് ബൈകാർബണേറ്റ്. സോ ഇങ്ങനെയുള്ള എല്ലാം തടയപ്പെടുന്നു. അപ്പോൾ അൾസർ, GI അൾസർ ഉണ്ടാക്കാനുള്ള ചാൻസ്, അതിന്റെ കൂടെ ബ്ലീഡിങ് കൂടി ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ആസ്പിരിൻ ആണെങ്കിൽ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കാം. ആസ്പിരിൻ ആണ് ഏറ്റവും കൂടുതൽ ബ്ലീഡിങ് ഉണ്ടാക്കുക. സോ 1 ഈസ് ഇൻ GIT. രണ്ടാമത്തെ പ്രശ്നം ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളത് കിഡ്നിയിലാണ്. കിഡ്നിയിലെ റീനൽ ബ്ലഡ് ഫ്ലോ റെഗുലേഷനിൽ പ്രോസ്റ്റാഗ്ലാൻഡിൻസിന് ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്. പ്രോസ്റ്റാഗ്ലാൻഡിൻ I2 പ്രധാനപ്പെട്ട റോൾ ഉള്ളതാണ്. അപ്പോൾ അത് തടയുമ്പോഴത്തേക്കും സോഡിയം വാട്ടർ റിറ്റൻഷൻ ഉണ്ടാകും. സോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും BP ഒക്കെ കൂടാം. ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ ബി നെഫ്രോടോക്സിസിറ്റി ഉണ്ടാകാം. ഓക്കെ, സോ സ്ഥിരമായിട്ട് ദീർഘനാളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അനാൽജസിക് നെഫ്രോപ്പതി കിഡ്നിയിൽ ഉണ്ടാകുന്ന അസുഖമാണ്. ഇപ്പൊ ഫിനാസിറ്റിൻ എന്ന് പറയുന്ന മരുന്ന് ബാൻ ചെയ്ത് തന്നെ നെഫ്രോടോക്സിറ്റി കൂടുതലുള്ളതാണ്. ദെൻ മൂന്നാമത്തത് ഈ ആന്റി ത്രോംബോട്ടിക് എഫക്ട് മൂലം ബ്ലീഡിങ് വർദ്ധിക്കും. ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ നാലാമത്തത് പ്രൊലോങ്ങേഷൻ ഓഫ് ലേബർ. ഡിസ്മെനോറിയയുടെ ഗുണമായിട്ട് പറയുമ്പോഴത്തേക്കും ഇവിടെ ലേബറിന്റെ സമയത്താണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ യൂട്ടറൈൻ കൺട്രാക്ഷൻസ് കുറയും. കൺട്രാക്ഷൻസ് ഓഫ് യൂട്രസ് ഒക്കെ കുറയുമ്പോഴത്തേക്കും ലേബർ ക്യാൻ ബി പ്രൊലോങ്ഡ്. പ്രസവിക്കുന്ന സമയം കുറച്ച് കൂടുതലായിട്ടൊക്കെ പിടിക്കാനായിട്ടുള്ള ചാൻസ് ബിക്കോസ് ഓഫ് PGE2 ആൻഡ് PGF2 ആൽഫ ഇൻഹിബിഷൻ മൂലം ഉണ്ടാകാം. അഞ്ചാമത്തെ കേസ് ആസ്തമ പോലെയുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ അനാഫിലാക്ടോയിഡ് റിയാക്ഷൻസ്. ഇതൊക്കെ കൂടുതലായിട്ടുണ്ടാകും. കാരണം എന്താ വെച്ചാൽ അരാക്കിഡോണിക് ആസിഡിൽ നിന്ന് 2 പാത്വേ വഴിയാണ് ഉണ്ടാകുന്നത്. ഒന്ന് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ആണ് ഉണ്ടാകുക, ഒന്ന് ലൂക്കോട്രൈൻസ് ആണ്. ഇതിനെ നമ്മൾ തടയുമ്പോഴത്തേക്കും ഇത് കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള ചാൻസ്. സോ എമൗണ്ട് ഓഫ് ദിസ് ലൂക്കോട്രൈൻസ് ക്യാൻ ബി ഇൻക്രീസ്. അങ്ങനെ വരുമ്പോഴാണ് ആസ്മ, അനാഫിലാക്സിസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക. കിഡ്നി ഡിസീസ് ഞാൻ പറയുമ്പോൾ ജസ്റ്റ് എഡീമ വർദ്ധിക്കാം എന്നുള്ള കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി തോന്നുന്നു. സോ എഡീമ, യൂറിൻ കുറയാം, കിഡ്നിയിൽ പൊട്ടാസ്യം കൂടാം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൂടി ഒന്ന് ഓർത്തിരിക്കും. ഇനി നമ്മൾ സെലക്റ്റീവ് COX-2ന്റെ ഒരു പ്രത്യേകതയും കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. സെലക്റ്റീവ് COX-2 ആണെങ്കിൽ ബിക്കോസ് ഓഫ് എൻഡോത്തീലിയൽ COX-2നെ തടയും. എൻഡോത്തീലിയൽ COX-2 തടയുമ്പോഴത്തേക്കും അവിടെ നിന്നുള്ള PGI2 ഇൻഹിബിറ്റഡ് ആകും. ഇത് ഇൻഹിബിറ്റഡ് ആകുമ്പോഴത്തേക്കും പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷൻ വർദ്ധിക്കും. ഇൻക്രീസ്ഡ് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ദീസ് ഡ്രഗ്സ്, കോക്സിബ്സ് പോലെയുള്ള മരുന്നുകൾ, ഉദാഹരണം റോഫികോക്സിബ്, വാൽഡികോക്സിബ് ഇപ്പോൾ നിരോധിക്കാൻ കാരണം തന്നെ ബിക്കോസ് ഓഫ് മയോകാർഡിയൽ ഇൻഫാർക്ഷൻ, MI പോലുള്ള ഹാർട്ട് പ്രശ്നങ്ങൾ വർദ്ധിക്കാം എന്നതുകൊണ്ടാണ്. സോ ഇത് വർദ്ധിക്കുന്നത് ഇതുകൊണ്ടാണ്, പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഇല്ലാതെ പോകുന്നു. സോ അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. സ്ട്രോക്ക്, MI അങ്ങനെയൊക്കെയുള്ളത് വർദ്ധിക്കും. സോ ഇതാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ.
മെക്കാനിസം ഓഫ് ആക്ഷൻ ആൻഡ് ജനറൽ ഗുണങ്ങളും ജനറൽ അഡ്വേഴ്സ് എഫക്ട്. സോ അഡ്വേഴ്സ് എഫക്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയാണ് പ്രധാനമായിട്ടും ജനറൽ അഡ്വേഴ്സ് എഫക്ട്. ഇനി ഓരോ മരുന്നിൻ്റെയും സ്പെസിഫിക് ആയിട്ടുള്ള ഗുണങ്ങളും അഡ്വേഴ്സ് എഫക്റ്റുമാണ് നമുക്ക് കാണേണ്ടത്. സോ അത് നമുക്ക് ഓരോരോ വീഡിയോയിൽ കാണാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.